പിന്നെ മഞ്ഞ് അയ്യോ പോലെ പൊളി. സോ ഗായ്സ്, അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് അട്ടപ്പാടി ചുരത്തിലാണ്. ഞാൻ വന്ന ടൈമിൽ നല്ല മഴയായിരുന്നു. അപ്പോൾ മഴ തോർന്നപ്പോൾ കയറാമെന്ന് കരുതി ഞാൻ. അപ്പോൾ ഏകദേശം മഴ കഴിഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മഴയൊന്നും തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ചുരം കയറാൻ പോവുകയാണ്. പോകുന്ന വഴിക്ക് നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരിക്കും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ശരിക്കും മഴക്കാലത്താണ് ഇങ്ങനെ ഒരു ഭ്രാന്തൊക്കെ തോന്നുന്നത്. അപ്പം ഞാനിങ്ങനെ വീട്ടിൽ രാവിലെ ഒരു 6:30 എണീറ്റു. അപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി അട്ടപ്പാടി ചുരം കയറണം എന്ന് തോന്നി. അപ്പോൾ ഞാൻ വേഗം ആരും പറഞ്ഞില്ല, വേഗം ഹെൽമെറ്റ് എടുത്തു, പിന്നെ നമ്മുടെ റെയിൻകോട്ട് എടുത്തു, വേഗം ഇങ്ങോട്ട് പോന്നു. ഒരു 200 രൂപയ്ക്ക് എണ്ണ അടിച്ചു. ഞങ്ങളുടെ അവിടെ നിന്ന് 200 രൂപയ്ക്ക് എണ്ണ അടിച്ചാൽ മതി ഇങ്ങോട്ടൊക്കെ പോയി എത്താൻ. പിന്നെ എൻ്റെ വണ്ടി അത്യാവശ്യം മൈലേജ് തരുന്നതാണ്, അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഇന്നത്തെ റൈഡ് അട്ടപ്പാടി ചുരം ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ. അപ്പോൾ ഹോപ്പ് യു ഗൈസ് എൻജോയ്. അതിന് മുന്നേ ഇവിടെ വേനൽക്കാലത്താണ് ഇതുവഴിയൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അപ്പോഴും ചുരം കയറുമ്പോൾ അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേനൽക്കാലം കഴിഞ്ഞ് മഴക്കാലത്ത് വരണം എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പോൾ ഏതായാലും മഴക്കാലം തുടങ്ങിയല്ലോ, അപ്പോൾ ഞാൻ വന്നു. ഓ ഗായ്സ്, അപ്പോൾ ഒരു ആനവണ്ടി വരുന്നുണ്ട്. അതിന് മുന്നേ നമുക്ക് അവിടെ വളവ് തിരിയണം. ആനവണ്ടി വരുന്നത് നിങ്ങൾക്ക് കാണാം. ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണ് തിരിഞ്ഞ് നോക്കാം. ഓക്കെ. ഓ ഗായ്സ്, വന്നു 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 ആനവണ്ടി വന്നു. എന്തല്ലേ KSRTC. മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്, പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ഗായ്സ്. അടുത്തൊരു വളവാണ്. ആ വളവും നമ്മൾ വളച്ചിരിക്കുന്നു. നിങ്ങളിതുപോലെ മഴയത്തൊക്കെ റൈഡ് ചെയ്ത് പോകാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അപ്പോൾ അതൊക്കെ എന്താ പറയുക, ഒരു പ്രത്യേക തരം വൈബാണ് അതൊക്കെ. കണ്ടോ, ഇവിടെയൊക്കെ മഞ്ഞിറങ്ങിയിട്ടുണ്ട്. ഞാൻ തിരിഞ്ഞും നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സമയം ഏകദേശം 9:30 ആ ടൈമാണ്. അപ്പോൾ എന്നിട്ട് പോലും ഇവിടെ കണ്ടോ മഞ്ഞിറങ്ങിയിട്ടുണ്ടോ. അപ്പം മഴക്കാലത്ത് ഈ വഴി വരാൻ ഭയങ്കര രസമാണ്. നല്ല കാണാൻ നല്ല അടിപൊളിയാണ് ഇവിടെ. ഓലെ മഞ്ഞിറങ്ങിയിരിക്കുന്നത് കാണണ്ട നിങ്ങൾക്ക്. ഓ അവിടെ ചെറുതായിട്ട് ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. മഞ്ഞ് വന്നു തുടങ്ങി ഗായ്സ്, മഞ്ഞ് വന്നു തുടങ്ങി. അയ്യോ മഞ്ഞ്. സത്യം പറഞ്ഞാൽ ഇപ്പം സമയം ഏകദേശം 10 മണിയാവാറായിട്ടുണ്ടായിരിക്കും. എന്നിട്ട് പോലും ഇവിടെ ഈ ടൈമിൽ മഞ്ഞുണ്ടാവും. ഓ അടിപൊളി ഗൈസ്. ഓ സത്യം പറഞ്ഞാൽ രാവിലെ ഈ മഴ പെയ്തിട്ട് എണീക്കാതിരുന്ന ചിലപ്പോൾ ഞാൻ ഇതൊക്കെ മിസ് ചെയ്യില്ലേ. പിന്നെ എനിക്കെന്തോ തോന്നി, ഇങ്ങോട്ട് വരണം തോന്നി. ഓ എൻ്റെ പൊന്നെ മഞ്ഞ്. അയ്യോ
ഒന്നൊന്നര വളവാണ്. ഇല്ല എന്നാലും കുഴപ്പമില്ല. എൻ്റെ മോനെ മഞ്ഞ്, ഓ നൈസ്. അപ്പം നിങ്ങൾ അട്ടപ്പാടി കാണാത്തവരാണെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് മഴക്കാലത്ത് ഈ വഴി വന്ന് നോക്കി, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അയ്യോ എൻ്റെ മോനെ മഞ്ഞ്, അയ്യോ മോനെ പൊളി. പക്ഷെ ഇത് കാണാൻ എൻ്റെ കൂട്ടത്തിൽ ഒരാളില്ലല്ലോ, അതായത് എനിക്ക് എൻ്റെ പില്ലണായിട്ട് ഒരാളില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്കൊരു സങ്കടമുണ്ട്. പക്ഷേ കുഴപ്പമില്ല, ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണ്, അതുകൊണ്ട് ഈ കാഴ്ചകളൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് കാണാനായിരിക്കും. വാ മോനെ, ആ വ്യൂ പോയിന്റ് എത്തി ഗായ്സ്. എൻ്റെ പൊന്നെ പൊള്ളി നൈസ്. ഇവിടെ എപ്പോഴൊക്കെ വണ്ടി നിർത്തുക. യെസ്, ഒന്നും ഫുള്ള് മഞ്ഞാണ്. അയ്യോ. സോ ഗായ്സ്, ദിസ് ഈസ് അട്ടപ്പാടി. ഈ വ്യൂ ഭയങ്കര ഫേമസ് ആണ് ഇവിടെ. ഞങ്ങളെല്ലാവരും റീൽസിലെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും. ഒരുപാട് പേരിങ്ങനെ വ്യൂസൊക്കെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. നോ രക്ഷ ഗൈസ്, നോ രക്ഷ. ഓസം വ്യൂ. ഓ അയ്യോ, ഫുള്ള് മഞ്ഞാണല്ലോ.